മലപ്പുറത്തുള്ള ഡെലീഷ്യക്കാണ് വന്നിട്ടുള്ളത്. കണ്ടപ്പോൾ തന്നെ ഞെട്ടി. ഒരു വലിയ റെസ്റ്റോറൻറ്റ്. ഞാൻ ഇത്രയും വലുതാണെന്ന് വിചാരിച്ചില്ല. മുമ്പ് എവിടെ ആരുടെ വീഡിയോയിൽ ബാസിം പ്ലേറ്റിൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. നല്ല നൈസ് ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഗൂഗിൾ മാപ്പിൽ റിവ്യൂസിൽ കണ്ട ഒരു മാംഗോ സാലഡ് ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായത്. കാരണം നല്ല ഷുഗർ ആയിരുന്നു. ഒടുക്കത്തെ മധുരമായതുകൊണ്ട് തന്നെ വലിയൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഒരു പോത്ത് ചുട്ടത് ഓർഡർ ചെയ്തു. ഇതൊരു അടിപൊളി അട്ടാറ് ആയിരുന്നു. അടുത്ത പൊള്ളി സാധനം എന്ന് പറയാം. അത് ഫുള്ള് കഴിച്ച് തീർത്തു. ഇത്രയും നൈസ് ആയിരുന്നു. ഫസ്റ്റ് ബൈറ്റിൽ തന്നെ നൈസായിരുന്നു. പിന്നെ അവരൊരു ബുഹാരി റൈസ്, അതൊരു ആവറേജ് റൈസ് ആയിരുന്നു. പിന്നെ അതും കൂട്ടി കഴിക്കാൻ അത് അത്യാവശ്യം കുഴപ്പമില്ല, അത് നല്ല റൈറ്റ് ആയിരുന്നു. പക്ഷെ ഈ പോത്ത് ചുട്ട തന്നെയായിരുന്നു മൂട് സാധനം. അതിൻ്റെ ഒരു പീസ് പൊട്ടിച്ചെടുത്ത് കുറച്ച് ലൈമും ആക്കി ആ ഒരു സാലഡും കൂടെ, ആ ഒരു ടൊമാറ്റോ ചട്നിയും കൂടെ ആക്കി കഴിക്കാൻ വേണ്ടി നൈസായിരുന്നു. അത് കഴിക്കാനായി മലപ്പുറം പോയാൽ കുഴപ്പമില്ല എന്ന് വിചാരിക്കും. അത്രയും നൈസായിരുന്നു. അത്രയില്ല, അത് കഴിക്കാനായി പോകണമെന്നില്ല, ബട്ട് പോകുമ്പോൾ കഴിക്കാം. അത്രയും നൈസ് സാധനമായിരുന്നു. അങ്ങനെ ആ പരിപാടി തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു 1.5 മണിക്കൂർ ആ പരിപാടി തന്നെയായിരുന്നു. റൈസ് ഇടുക, ബീഫ് എടുക്കുക, ലൈം ഇടുക, കുറച്ച് ടൊമാറ്റോ പ്യൂരി വയ്ക്കുക, കഴിച്ചുകൊണ്ടേയിരിക്കുക. സാധാരണ ഈ ടൈപ്പ് ഐറ്റംസ് എവിടെ നിന്ന് ഓർഡർ ചെയ്താലും പാളറാണ് പതിവ്. മറ്റേ ബ്രിസ്ക്കറ്റ്, റിബ്സ് ഒക്കെ എന്നിട്ട് വലിയ ഓർഡർ ചെയ്യും, പക്ഷെ എവിടെയും ടേസ്റ്റ് ഉണ്ടാവാറില്ല. ഇവിടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു ലൈമിന്റെ പീസ് അതിൽ കുറച്ചാക്കി കഴിക്കാൻ മൂടായിരുന്നു. ലാസ്റ്റ് പ്ലേറ്റിന്റെ അവസ്ഥ ഇതായിരുന്നു. ബീഫ് ഫുൾ കഴിച്ചു, സാലഡ് ഫുൾ ബാക്കിയുണ്ട്, ചോറും കുറച്ച് ബാക്കിയുണ്ട്. ചോറൊരു കാഭാഗം എടുത്തുള്ളൂ. അങ്ങനെ അടുത്ത ഫർണിച്ചറിന് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങി.